കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ഒരുപാടധികം നിരവധി എക്സാമിനേഷനാണ് നമ്മുടെ ഒക്ടോബർ മാസം PSC നടത്താനായിട്ട് ഇരിക്കുന്നത്. സോ ഒക്ടോബർ മാസത്തെ കലണ്ടർ ഇപ്പോൾ PSC റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം പോസ്റ്റിന്റെ നെയിം കൊടുക്കുന്നു, കാറ്റഗറി നമ്പർ ആദ്യം നിങ്ങൾക്ക് കാണാം, പിന്നെ പോസ്റ്റ് നെയിം, അതുപോലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് വൈഡ് ആണോ എങ്ങനെയാണോ ആ റിക്രൂട്ട്മെന്റ് വിളിച്ചതെന്നുള്ള ഡീറ്റെയിൽസ്, എക്സാമിനേഷൻ ഡേറ്റ്, അതുപോലെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ്, കൺഫർമേഷൻ ഡേറ്റ്, പിന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ, ടോട്ടൽ മാർക്ക്, ഓൺലൈൻ എക്സാമിനേഷൻ ആണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഇങ്ങനെ കൊടുത്തതാണ്. പിന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ, ഏത് ഭാഷയിലാണ് എക്സാം നടക്കുന്നത്, എക്സാമിന്റെ ഡ്യൂറേഷൻ, ടോട്ടൽ എത്ര കുട്ടികൾ ആ പരീക്ഷ ഏകദേശം എഴുതുന്നുണ്ടെന്നുള്ളതിന്റെ, അതായത് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സിലബസ് ഡൗൺലോഡ് ആയി ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരള പോലീസിന്റെ ഇവിടെ കാണാൻ സാധിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID പോസ്റ്റ് കാറ്റഗറി നമ്പർ 17/2025 ആയിരുന്നു. കേരള പോലീസ് സർവീസിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ച റിക്രൂട്ട്മെന്റ് ആണ്. അതിന്റെ മെയിൻ എക്സാമിനേഷൻ മെയിൻസ് നടക്കാനായിട്ട് പോവുകയാണ്. 28/10/2026 അതിന്റെ മെയിൻസ് നടക്കുന്നത്. 13/10/2026 അതിന്റെ അഡ്മിറ്റ് കാർഡ്സ് റിലീസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. സോ 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിലബസ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 571/2025 അതിന്റെയും എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. സോ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടീമിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് മറ്റൊരു ഘട്ടമാണ്. അതായത് കേരള PSC ഒരു എക്സാമിനേഷൻ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത്. തുടർന്നുള്ള മാസങ്ങളിലെല്ലാം ഇതിന്റെ പരീക്ഷ നടക്കുന്നുണ്ട്. അതിലൊരു ഘട്ടമാണ് നമ്മുടെ 31/10/2026 നടക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കാണാൻ സാധിക്കും കണ്ണൂർ, പാലക്കാട്, എറണാകുളം, കൊല്ലം ഈ ഡിസ്ട്രിക്റ്റിന്റെ ഇവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ ഘട്ടം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ഒരു ടൈമിലായിരിക്കും എക്സാം ഉണ്ടാകാൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സിലബസ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്താൽ ലഭിക്കും. ഓരോരോ ഡിസ്ട്രിക്റ്റിലേക്ക് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട്, ഓരോരോ ഡിസ്ട്രിക്റ്റിലേക്ക് എത്ര പേരുടെ അപേക്ഷകൾ വന്നിട്ടുണ്ടെന്ന് ഇവിടെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ ആവശ്യമാണ്. ഓരോ പോസ്റ്റിന്റെ സിലബസ് ഇവിടെ ലഭിക്കും. അതിനായിട്ട് PSCയുടെ ഈ കലണ്ടർ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമിന്റെ നമ്പറും നിങ്ങൾക്ക് താഴെ ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത വാട്സപ്പിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് VFAക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും വാങ്ങി പഠിക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. തുടർന്നുള്ള അപ്ഡേറ്റും ഇതുപോലെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും.